الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد أحمده حمدا بلا أحد أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم هذا يوم ينفع الصادقين صدقهم لهم جنات تجري من تحتها الأنهار خالدين فيها أبدا رضي الله عنهم ورضوا عنه ذلك الفوز العظيم. പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫായിസുകളായ അല്ലെങ്കിൽ ഫായിസീങ്ങളായ ആളുകളെ എമ്പാടും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഫൗസ്, ഫായിസ് എന്നൊക്കെ പറഞ്ഞാൽ വിജയി എന്നാണ് അർത്ഥം. നാളെ പരലോകത്ത് വിജയിക്കുന്ന ആളുകൾ. നമ്മൾ കഴിഞ്ഞ ഏതാനും ഖുതുബകളിലൂടെ പരലോകത്ത് വിജയിക്കുന്ന ആളുകളുടെ ഗുണങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിലുള്ള വിശ്വാസം പരലോകത്ത് മനുഷ്യർക്ക് വിജയം സമ്മാനിക്കുന്ന കാര്യമാണ് എന്ന് ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക വിജയികളുടെ അടയാളമാണ്. ഭക്തിയുള്ള ആളുകളാവുക, തഖ്വയോടുകൂടെ ജീവിക്കുക, അത് വിജയികളായ ആളുകളുടെ ഗുണമാണ് എന്ന് അള്ളാഹു പരിചയപ്പെടുത്തിയ കാര്യമാണ്. ഈ മൂന്ന് ഗുണങ്ങളെക്കുറിച്ച്, വിശേഷണങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ഖുതുബകളിലൂടെ നമ്മൾ മനസ്സിലാക്കി. ഇന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ വിജയികളുടെ നാലാമത്തെ ഗുണത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 5-ാമത്തെ അധ്യായം സൂറത്തു മാഇദ. സൂറത്തു മാഇദയിലെ 119-ാമത്തെ ആയത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് വിജയിക്കുന്ന ആളുകളുടെ ഒരു ഗുണം നമുക്ക് പറഞ്ഞു തരുന്നത്. ആയത്തിൻ്റെ അവസാന ഭാഗത്തിൽ അല്ലാഹു പറയുന്നത് ദാലിക്കൽ ഫൗസുൽ അലീം, അതാകുന്ന മഹത്തായ വിജയമെന്നാണ്. മഹത്തായ വിജയമാകുന്ന കാര്യം എന്താണ് എന്ന് ആയത്തിൻ്റെ ആദ്യ ഭാഗം മുതൽ അള്ളാഹു വിശദീകരിക്കുകയാണ്.
അല്ലാഹു പറഞ്ഞത് ഹാദാ യൗമു യൻഫഉ സ്സാദിഖീന സിദ്ഖുഹും. നമുക്കെല്ലാവർക്കും പരിചയമുള്ള അറബി പദങ്ങളാണ്. ഹാദാ യൗമ്, ഇതൊക്കെ നമുക്കറിയാവുന്ന പദങ്ങളാണ്. ഹാദാ യൗമു യൻഫഉ സ്സാദിഖീന സിദ്ഖുഹും. അല്ലാഹു പറയുമെന്നാണ്. എന്താണ് അല്ലാഹു പറയുന്നത്? ഇത് സത്യവാന്മാർക്ക് തങ്ങളുടെ സത്യസന്ധത പ്രയോജനപ്പെടുന്ന ദിവസമാണ്. നഫഅ എന്ന് പറഞ്ഞാൽ ഉപകാരപ്പെടുക എന്നാണ്. ഹാദാ യൗമു യൻഫഉ, ഈ ദിവസം അത് ഉപകാരപ്പെടുന്ന ദിവസമാണ്. ആർക്ക്? അസ്സാദിഖീന, സത്യസന്ധന്മാരായ ആളുകൾക്ക്, സിദ്ഖുഹും, അവരുടെ സത്യസന്ധത. എന്നിട്ട് അല്ലാഹു പറഞ്ഞു ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദ റളിയല്ലാഹു അൻഹും വറദു അൻഹു. അവർക്ക് താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുണ്ട്. അവർക്ക് സ്വർഗത്തിൽ താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്ന ആ സ്വർഗീയമായ സൗകര്യങ്ങളുണ്ട്. അവരതിൽ നിത്യവാസികളായിരിക്കും. ആ സത്യസന്ധരായ ആളുകളെക്കുറിച്ച് അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് അവരും തൃപ്തിപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടാണ് അള്ളാഹു പറയുന്നത് ദാലിക്കൽ ഫൗസുൽ അലീം, അതത്രേ മഹത്തായ വിജയം. അപ്പൊ സഹോദരങ്ങളെ, ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത് സത്യസന്ധന്മാരായ ആളുകൾ അവർ വിജയികളാണ് എന്നാണ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സത്യസന്ധത പാലിക്കുക. ആ സത്യസന്ധത പാലിക്കുന്നതിലൂടെ പരലോകത്ത് നമുക്ക് വിജയിക്കാൻ സാധിക്കും. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വഖദ് അമറല്ലാഹു സുബ്ഹാനഹു അഹ്ലൽ ഈമാനി അൻ യകൂനു മഅസ് സാദിഖീൻ. അദ്ദേഹം ഈ ആയത്തിനെ മുന്നിൽ വെച്ചുകൊണ്ട് വിശദീകരിക്കണം. അദ്ദേഹം പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ ആളുകളോട്, ഈമാനുള്ള ആളുകളോട് കൽപ്പിക്കുന്നത് എന്താണ്? ഈമാനുള്ള ആളുകളോട് പറയുന്നത് അൻ യകൂനു മഅസ് സാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരുടെ കൂടെയാകണമെന്നാണ്. സത്യം പറയുന്ന ആളുകളാകണം. സത്യം പറയുന്ന ആളുകളുടെ കൂടെ നിങ്ങൾ ചേർന്ന് നിൽക്കണമെന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഉസ്തുഖു ഇദാ ഹദ്ദസ്തും, നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ സത്യം പറയണം. സത്യം പറയുക എന്നുള്ളതൊരു നിസാരമായ കാര്യമല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും കൊണ്ടു നടക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് സത്യസന്ധരാവുക എന്നുള്ളത്. ലോകത്തേക്ക് കടന്നു വന്ന അമ്പിയാക്കളുടെ, പ്രവാചകന്മാരുടെ ചരിത്രം ഖുർആൻ വിശദീകരിക്കുമ്പോൾ ആ പ്രവാചകന്മാരെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്, വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹീമ ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ. നോക്കൂ, നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹിൻ്റെ കൂട്ടുകാരനാണ്. ഇബ്രാഹിം നബിൻ്റെ മില്ലത്ത് സ്വീകരിച്ചാലാണ് നമ്മൾ രക്ഷപ്പെടുക. ആ ഇബ്രാഹിം നബി ആരാണ്? ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ, തീർച്ചയായും അദ്ദേഹം സത്യവാനും പ്രവാചകനുമായിരുന്നു. അദ്ദേഹം പ്രവാചകനാണ്. പക്ഷെ ആ പ്രവാചകനാണ് എന്ന് പറയുന്നതിൻ്റെ കൂടെ അള്ളാഹു ചേർത്ത് വെച്ച വാചകം എന്താ? ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ, അദ്ദേഹം സാദിഖായിരുന്നു, അദ്ദേഹം സത്യസന്ധനായിരുന്നു. ഇതേപോലെ തന്നെയാണ് മഹാനായ ഇദ്രീസ് നബിയെ കുറിച്ച് പറഞ്ഞു, വദ്കുർ ഫിൽ കിതാബി ഇദ്രീസ ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ, അദ്ദേഹം സത്യസന്ധനായ പ്രവാചകനായിരുന്നു. വദ്കുർ ഫിൽ കിതാബി ഇസ്മാഈല ഇന്നഹു കാന സാദിഖൽ വഅദി വകാന റസൂലൻ നബിയ്യ, മഹാനായ ഇസ്മായിൽ നബിയെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ പ്രവാചകന്മാരുടെ ഗുണമായിരുന്നു, അവരുടെ വിശേഷണമായിരുന്നത് അവരൊക്കെ സത്യസന്ധരായിരുന്നു. അവർ സത്യം പറയുന്ന ആളുകളായിരുന്നു. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമയെ ചരിത്രം പരിചയപ്പെടുത്തുന്നത് തന്നെ അദ്ദേഹം സത്യസന്ധനായിരുന്നു എന്നാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ആ നാട്ടിലെ മിസ്റിലെ രാജാവ് തൻ്റെ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം അറിയാൻ വേണ്ടി കടന്നു വരുന്ന രംഗം ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അവിടെ എങ്ങനെയാണ് യൂസുഫ് നബി അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത്? യൂസുഫ് നബിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, യൂസുഫ് അയ്യുഹ സിദ്ദീഖ്, അല്ലയോ യൂസുഫെ, സത്യസന്ധനായ യൂസുഫെ എന്നാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ലോകത്തേക്ക് കടന്നു വന്ന, നമുക്ക് ദീന് പഠിപ്പിക്കാൻ വേണ്ടി കടന്നു വന്ന നബിമാര്, അമ്പിയാക്കൾ, അവരാരായിരുന്നു? അവരെല്ലാവരും സത്യസന്ധരായിരുന്നു. അപ്പൊ അമ്പിയാക്കളുടെ ഒരു ഗുണമാണെന്ത്? സത്യം പറയുക എന്നുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ നമ്മൾ വായിക്കുമ്പോൾ, ചരിത്രം വായിക്കുമ്പോൾ, പ്രവാചകന്റെ ജീവിതത്തിലെ 2 ഘട്ടം, അതിലൊന്ന് പ്രവാചകനാകുന്നതിൻ്റെ 40 വയസ്സ് വരെയുള്ള കാലഘട്ടം, പിന്നെ പ്രവാചകത്വം ലഭിച്ചത് മുതലുള്ള കാലഘട്ടം. നോക്കൂ നിങ്ങൾ, ആ 2 കാലഘട്ടത്തിലും നബി ആരായിരുന്നു? സാദിഖായിരുന്നു, സത്യസന്ധനായിരുന്നു. നബിയുടെ പേര് തന്നെ അൽ അമീൻ, വിശ്വസ്തൻ എന്നാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിച്ചു.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീ ലഭിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അദ്ദേഹത്തോട് അള്ളാഹു പറഞ്ഞു, വഅൻദിർ അശീറത്തക്കൽ അഖ്റബീൻ, നബിയെ നിന്റെ അടുത്ത ആളുകളോട് ഈ സന്ദേശം പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. നബിൻ്റെ അമ്മായിമാരോട്, അമ്മാവന്മാരോട്, എളാപ്പമാരോട്, മൂത്താപ്പമാരോട് തൗഹീദ് പറയണം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെയുള്ള മലഞ്ചെരിവിലേക്ക് എല്ലാവരെയും വിളിച്ചു കൂട്ടി. എന്നാൽ നബിയുടെ ചോദ്യം എന്താ? ഈ മലയുടെ അപ്പുറത്ത്, ഈ മലയുടെ പിറകുവശത്ത് നിങ്ങളെ ആക്രമിക്കാൻ ഒരു സൈന്യം വന്നിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ? അവർ പറഞ്ഞ എന്താ? ഞങ്ങൾ വിശ്വസിക്കും. കാരണം എന്താ? അൻത അൽ അമീൻ, നീ വിശ്വസ്തനാണ്, നീ സത്യസന്ധനാണ്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനാകുന്നതിൻ്റെ മുൻപ് തന്നെ സത്യസന്ധമായ ജീവിതം നയിച്ച വ്യക്തിയാണ്. അദ്ദേഹം പ്രവാചകനായി, അദ്ദേഹം ജനങ്ങളോട് തൗഹീദ് പറഞ്ഞു. അപ്പം എന്താ സംഭവിച്ചത്? ആ തൗഹീദ് പറഞ്ഞപ്പോൾ അവർ സ്വീകരിച്ചില്ല. അങ്ങനെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാ രീതിയിലും എതിർക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു. ആ കൂട്ടത്തിലെ പ്രധാനിയായിരുന്നു അബൂ സുഫിയാൻ. അബൂ സുഫിയാൻ പിൽക്കാലഘട്ടത്തിൽ മക്ക വിജയത്തിൻ്റെ സമയത്താണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. അതുവരെ ഇസ്ലാമിൻ്റെ ശത്രുവായിരുന്നു. ആ അബൂ സുഫിയാനോട് ഹിർക്കൽ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ ചെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അദ്ദേഹത്തെ സ്വീകരിക്കാൻ പാടില്ല, അംഗീകരിക്കാൻ പാടില്ല എന്നൊക്കെ പറയാൻ വേണ്ടി ചെന്ന അബൂ സുഫിയാനോട് ഹിർക്കലിൻ്റെ ചോദ്യമുണ്ട്. എന്താ ചോദ്യം? എന്താണ് അദ്ദേഹം നിങ്ങളോട് കൽപ്പിക്കുന്നത്? എന്താണ് മുഹമ്മദ് നിങ്ങളോട് പറയുന്നത്? നിങ്ങൾ പറയുന്നുണ്ടല്ലോ മുഹമ്മദ് ഒരു സ്വാബിയാണ്, പുത്തൻവാദിയാണ്, ഞങ്ങളുടെ ഇടയിൽ ഫസാദ് ഉണ്ടാക്കിയ ആളാണ്, കുഴപ്പമുണ്ടാക്കിയ ആളാണെന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഫമാദ യഅ്മുറുക്കും ബിഹി, എന്താണ് അദ്ദേഹം പറയുന്നത്? മുഹമ്മദ് എന്താണ് നിങ്ങളോട് കൽപ്പിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം? അപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു, യഖൂൽ, മുഹമ്മദ് പറയുന്നത് അബ്ദുല്ലാഹ വഹദ, നിങ്ങൾ ഏകനായ അള്ളാഹുവിനെ ആരാധിക്കണം, അതാണ് അദ്ദേഹം പറയുന്നത്. വലാ തുശ്രികു ബിഹി ഷൈഅ, അവരിൽ നിങ്ങൾ പങ്കു ചേർക്കാൻ പാടില്ല. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അടുത്ത വാചകം നോക്കൂ നിങ്ങൾ, വതുറുകു മാ യഖൂലു ആബാഉകും വയഅ്മുറുനാ ബിസ്സലാത്തി വസ്സിദ്ഖ്. അദ്ദേഹം പറയുന്നത് പൂർവ്വ പിതാക്കളായ ആളുകൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ സ്വീകരിക്കേണ്ടതില്ല, അവർ പറഞ്ഞ അബദ്ധങ്ങൾ ഒഴിവാക്കണം എന്നാണ്. കാരണവന്മാരോട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പലതും ദീനിലില്ലതല്ല, അതൊഴിവാക്കണം. അദ്ദേഹം ഞങ്ങളോട് നിസ്കരിക്കാൻ കൽപ്പിക്കുന്നു, അദ്ദേഹം ഞങ്ങളോട് സത്യസന്ധരാകാൻ പറയുന്നു എന്നാണ്. നമ്മളാരാ? മുഹമ്മദ് നബിയുടെ ഉമ്മത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന എന്താണ്? നമ്മൾ സത്യസന്ധരാകണം എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സത്യം പറയുന്ന ആളുകളാണ്. ഇതാരാ കേൾക്കേണ്ടത്? ഇത് 5 വയസ്സുള്ള കുട്ടി മുതൽ, ഒരു കാര്യബോധമുള്ള കുട്ടി മുതൽ കബറിലേക്ക് കാലും നീട്ടിയിരിക്കുന്ന, അല്ലെങ്കിൽ മരണത്തെ മുഖാമുഖം കാണുന്ന സമയം വരെ, മരിക്കുന്നത് വരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഗുണാണെന്ത്? സത്യം പറയാന്നുള്ളത്. ജീവിതത്തിൻ്റെ ഒരു സമയത്തും എന്ത് ചെയ്യാൻ പാടില്ല? സത്യസന്ധത ഒഴിവാക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർ, ഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർ, തീർച്ചയായും സത്യം നിങ്ങളെ ബിറിലേക്ക് നയിക്കുന്നു. എന്താണ് ബിർ എന്ന് പറഞ്ഞാൽ? പുണ്യനാർത്ഥം. സത്യം നമ്മളെ നന്മയിലേക്ക് നയിക്കുമെന്നാണ്. വഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന, വഇന്നൽ ബിർറ, തീർച്ചയായും ബിർറ്, പുണ്യപ്രവർത്തികൾ, ഇലൽ ജന്ന, നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കും. സ്വർഗം വേണോ? എന്ത് വേണം? സത്യം പറയുന്ന ആളുകളാകണം. സ്വർഗം വേണമെങ്കിൽ സത്യം പറയുന്ന ആളുകളായിട്ട് നമ്മൾ മാറണം. നബി പറഞ്ഞു, വഇന്നർ റജുല ലയസ്തുഖു ഹത്താ യകൂനു സിദ്ദീഖൻ, ഒരാൾ സത്യം പറയുമ്പോൾ ആ മനുഷ്യനെ സത്യസന്ധന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു രേഖപ്പെടുത്തുന്നതാണ്. അടുത്ത വാചകം എന്താ അറിയോ? വഇന്നൽ കദിബ ഇലൽ ഫുജൂർ, കദിബ് അഥവാ കളവ് നമ്മളെ ഫുജൂറിലേക്ക്, തമ്മാടിത്തരത്തിലേക്ക്, തിന്മയിലേക്കാണ് നമ്മളെ നയിക്കുക. വഇന്നൽ ഫുജൂറ യഹ്ദി ഇലന്നാർ, തോന്നിവാസങ്ങൾ നമ്മൾ എങ്ങോട്ടാണ് നയിക്കുക? നരകത്തിലേക്കാണ്. അങ്ങനെ കളവ് പറയുന്ന ആളുകൾ, വഇന്നർ റജുല ലയക്ദുബു ഹത്താ യുക്തബ ഇൻദല്ലാഹി കദ്ദാബൻ, പടച്ചോൻ അല്ലാഹുവിൻ്റെ അടുക്കൽ കളവ് പറയുന്ന ആളെ കാദിബ്, കദ്ദാബ്, കള്ളൻ എന്ന് എഴുതി വെക്കാം. ഈ ഹദീസ് പ്രകാരം ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത്, പടച്ചോൻ്റെ അടുക്കൽ അല്ലാഹുവിൻ്റെ രേഖയിൽ ഞാൻ ആരാകണം? ഞാൻ സത്യസന്ധനാകണം എങ്കിൽ എൻ്റെ ജീവിതത്തിൽ സത്യം പറയുന്നവനാകണം. ഞാൻ കള്ളനാണ് എങ്കിൽ, കളവ് പറയുന്നവനാണ് എങ്കിൽ, റബ്ബിൻ്റെ കോടതിയിൽ, റബ്ബിൻ്റെ രേഖകളിൽ എന്നെ കള്ളനായിട്ട് രേഖപ്പെടുത്തുക. അപ്പം ഇതിലേത് പേര് വേണമെന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടത്. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ പ്രതീക്ഷയേകുന്ന ഒരു വാചകൻ, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസ് എന്ത് സുന്ദരാന്ന് പറയും. പ്രവാചകൻ പറഞ്ഞു, അർബഉൻ ഇദാ കുന്ന ഫീക ഫല അലൈക മാ ഫാതക മിനദ് ദുനിയ. അറബി അറിയാവുന്ന ആളുകൾക്ക് ആസ്വദിച്ച് വായിക്കാൻ സാധിക്കുന്ന ഒരു പ്രയോഗമാണത്. എന്താ അതിൽ അദ്ദേഹം പറയുന്നത്? അല്ലാഹുവിൻ്റെ റസൂൽ പറയാം, 4 ഗുണങ്ങൾ ആരിലുണ്ടോ, അടിവരയിട്ട് നമ്മൾ പഠിക്കണം. 4 ഗുണങ്ങൾ ആരിലുണ്ടോ
ദുനിയാവിൽ നിന്ന് എന്ത് നഷ്ടപ്പെട്ടാലും അവനൊന്നും പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. 4 ഗുണം ഉണ്ടായാൽ മതി. അതിൽ ഒന്നെന്താ? ഒന്നാമത്തെ കാര്യം ഹിഫ്ദു അമാന വസിദ്ഖു ഹദീഥിൻ വഹുസ്നു ഖലീഖത്തിൻ. പിന്നെ അതിലെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ എന്താ? അമാനത്ത് പാലിക്കുക എന്നുള്ള, അമാനത്ത് പാലിക്കുക, കരാറൊക്കെ പാലിക്കുക. രണ്ടാമത്തെ എന്താ? സംസാരത്തിലെ സത്യസന്ധതയാണ്. അതേപോലെ തന്നെ സൽ സ്വഭാവമാണ്. മൂന്നാമത്തത് ഭക്ഷണത്തിൽ നിഷിദ്ധമായത് കലരാതിരിക്കലാണ്. ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വേറൊരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മുടെ സംസാരത്തിൽ എന്ത് ചെയ്യണം? സത്യസന്ധത പാലിക്കണം, അമാനത്ത് സൂക്ഷിക്കണം. അതേപോലെ തന്നെ ഭക്ഷണത്തിൽ നിഷിദ്ധമായത് കലരാൻ പാടില്ല. സൽ സ്വഭാവിയാകണം, നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാകണം. ഒരു വാചകം കൂടെ കേട്ടോളൂ. നമ്മൾ ഈമാനുള്ള ആളുകളാണോ എന്ന് തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ലൊരു മാനദണ്ഡമാണ് സത്യസന്ധത. പ്രവാചകൻ പറഞ്ഞു, ലയജ്തമിഉൽ ഈമാനു വൽ കുഫ്റു ഫീ ഖൽബി ഇംറിഇൻ. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഈമാനും കപടതയും അഥവാ ഈമാനും കെദിബും യോജിക്കൂല എന്നാണ്. ഈമാനുള്ളൊരു മനുഷ്യന്റെ മനസ്സിൽ എന്തുണ്ടാകൂല? അസത്യം ഉണ്ടാകൂല. കളവ് പറയാൻ അയാൾക്ക് പറ്റൂല. അപ്പൊ നമ്മൾ കളവ് പറയുന്നവരാണ് എങ്കിൽ, നമ്മുടെ നാവിൻ്റെ തുമ്പിൽ നിന്ന് കളവ് വരുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഈമാനിൽ കുറവുണ്ടെന്നാണ്, ഈമാനിൽ പ്രശ്നമുണ്ട് എന്നാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ ചോദിച്ചു, ഖീല ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലേ, അയകൂനുൽ മുഅ്മിനു ജബാനൻ. ജബാൻ എന്ന് പറഞ്ഞാൽ ഭീരു എന്നർത്ഥം. നബിയെ, മുഅ്മിനായ മനുഷ്യൻ ഭീരുവാകുമോ? പേടിച്ചോടുമോ? അയാൾക്ക് പേടി ഉണ്ടാകുമോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, മുഅ്മിനായ മനുഷ്യന് പേടി ഉണ്ടാകും, അവന് ഭയം ഉണ്ടാകും, അവനൊരു പക്ഷേ പിന്തിരിഞ്ഞോടാം, അവൻ കാര്യങ്ങൾ കാണുമ്പോൾ, കാഴ്ചകൾ പേടിച്ചോടാൻ സാധ്യത ഉണ്ട്. നബിയോടുള്ള ചോദ്യം, അയകൂനുൽ മുഅ്മിനു ബഖീലൻ. നബിയെ, ഒരു മുഅ്മിനായ മനുഷ്യൻ ബഖീലാകും. അമാന ബഖീൽ, ബഖീൽ എന്ന് പറഞ്ഞാൽ പിശുക്കൻ എന്നർത്ഥം. വിശ്വാസികളുടെ കൂട്ടത്തിൽ പിശുക്കന്മാരുണ്ടാകും. നബി പറഞ്ഞു, നഅം, ഉണ്ടാകും. അടുത്ത ചോദ്യം എന്താ അറിയോ? ഫഖീല ലഹു അയകൂനുൽ മുഅ്മിനു കദ്ദാബൻ. അയകൂനുൽ മുഅ്മിനു കദ്ദാബൻ. നബിയെ, മുഅ്മിനുകളുടെ കൂട്ടത്തിൽ കദ്ദാബായ ആളുണ്ടാകുമോ? കളവ് പറയുന്ന ആളുണ്ടാകുമോ? നബി എന്താ പറഞ്ഞറിയോ? ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ, മുഅ്മിനുകളുടെ കൂട്ടത്തിൽ കളവ് പറയുന്ന ആൾക്കാരുണ്ടാകൂല. മുഅ്മിനുകളുടെ കൂട്ടത്തിൽ കളവ് പറയുന്ന ആൾക്കാരുണ്ടാകൂല. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, നമ്മൾ മുഅ്മിനുകളാണോ? ഈ വാചകം ആരുടേതാണ്? ആകാശ ലോകത്തു നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാമ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിച്ച വാചകമാണിത്. മുഅ്മിനുകളായ ആളുകൾ, ഈമാനുള്ള ആളുകൾ, അവർ കളവ് പറയില്ല എന്നാണ്. നമ്മൾ എവിടെ ഉള്ളത്? നമ്മുടെ ജീവിതത്തിൽ കളവ് എന്ന് പറയുന്ന ആ ദുർഗുണമുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കുക. ഇനി നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിച്ചു, ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളൊക്കെ ആലോചിച്ച് നോക്കി, എന്തൊക്കെ ഒരു ആവശ്യമില്ലാത്ത കളവുകൾ പലപ്പോഴും നമ്മൾ പറയും. ഒരു ഉപകാരം ഉണ്ടാവില്ല. നമ്മുടെ സുഹൃത്ത് നമ്മളെ വിളിച്ചു, ഫോണിൽ വിളിക്കണം, അവൻ നമ്മളോട് പറഞ്ഞ് നമ്മളൊരു തീരുമാനം എടുത്തതാണ്, നാളെ നമ്മളൊരു ഇന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു സ്ഥലത്തേക്ക് പോകാമെന്നുള്ള തീരുമാനമാണ്. അപ്പം നമ്മുടെ സുഹൃത്ത് എന്ത് ചെയ്തു? അവൻ കൃത്യസമയത്ത് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മളെ വിളിക്കാം, ഈ എവിടെ എത്തി? നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ്. നമ്മൾ പറഞ്ഞാൽ ഇപ്പത്തെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പച്ചക്കളവാണ് പറയുന്നത്. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. നമുക്കറിയാം, നമ്മുടെ വീട്ടിലുള്ളവർക്കറിയാം, നമ്മുടെ മക്കളത് കേൾക്കുന്നുണ്ട്, ഭാര്യ അറിയുന്നുണ്ട്. നമ്മുടെ സുഹൃത്ത് വിദൂരതയിൽ നിൽക്കുക, കുറേ ദൂരത്താണ് നിൽക്കുന്നത്, അവനിതൊന്നും അറിയണില്ല. അവനെന്താ വിശ്വസിക്കുക? വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാ. എന്താ ആ കളവ് പറഞ്ഞുകൊണ്ട് എന്താ നമുക്ക് ഉണ്ടായത്? എന്ത് നേട്ടം നമുക്ക് ഉണ്ടായത്? നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന കളവിൻ്റെ ഒരു ഉദാഹരണമാണ്. ഒരാൾ നമ്മളെ ഫോൺ വിളിച്ചു, നമ്മൾ കാണുന്നുണ്ട്, കോള് വരുന്നത് നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ എടുത്തില്ല, കോള് നമ്മൾ എടുത്തതേ ഇല്ല. എന്നിട്ട് കുറേ കഴിഞ്ഞിട്ട് വീണ്ടും വിളിച്ചു. അപ്പം നമ്മൾ പറയും, ഞാൻ കണ്ടിട്ടില്ലായിരുന്നു, ഞാൻ നീ വിളിച്ചത് കണ്ടിട്ടില്ല. നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മളയാളുടെ ഫോൺ കോൾ കണ്ടിട്ട് നമ്മൾ എടുക്കാതിരുന്നതാണ്. എന്നാൽ നമ്മൾ പറയും, ഞാൻ കണ്ടിട്ടില്ല. നമ്മളെ സാധിക്കങ്ങൾ നോക്കൂ നിങ്ങൾ. കളവ് പറയുന്ന ആളുകളെ കദ്ദാബുകളുടെ കൂട്ടത്തിൽ എഴുതി വെക്കുമെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരാൾ കടം ചോദിച്ചു, പൈസ കടം ചോദിച്ചു. നമ്മളെന്താ പറയാ? നമ്മൾ പറയും, എൻ്റെ കയ്യിൽ പൈസ ഇല്ല. സഹോദരങ്ങളെ, പൈസ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം, പൈസ ഉണ്ടെങ്കിൽ ഉണ്ട് എന്നാണ് പറയണത്. കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. എൻ്റെ കയ്യിൽ പണമുണ്ട്, പക്ഷെ നിനക്കിപ്പോൾ തരാൻ പറ്റുന്ന രീതിയിലുള്ള പൈസ എൻ്റെ അടുത്തില്ല. അത് നമുക്ക് പറയാം, സത്യം പറയണം അവിടെ. ഒരാൾ കടം ചോദിക്കുമ്പോൾ പൈസ ഇല്ല എന്ന് പറഞ്ഞത് കളവാണ്. അങ്ങനെ കളവ് പറയാൻ നമ്മൾ പാടില്ല എന്നുള്ളത് പ്രത്യേക വിദ്യാർത്ഥികൾ. ഇപ്പം നമ്മളൊക്കെ ആ വിദ്യാർത്ഥികളുടെ കാലഘട്ടം കഴിഞ്ഞു വന്ന ആൾക്കാരാണ്. സ്കൂളുകളിലും ക്യാമ്പസുകളിലൊക്കെ നമ്മുടെ കുട്ടികൾ അറിയാതെ പറഞ്ഞു പോകുന്ന എത്രയെത്ര കളവുകളുണ്ട് അധ്യാപകരോട്, അതേപോലെ തന്നെ സഹപാഠികളോട്. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആരാകണം? നമ്മൾ ഈമാനുള്ള ആളുകളാകണം. ഈമാനുള്ള ആളുകളുടെ ഗുണമെന്താണ്? അവർ സത്യം പറയുന്ന ആളുകളാണ്. ഇതിൽ ഈ കൂട്ടത്തിൽ കച്ചവടക്കാരുണ്ടാകും, അല്ലേ?
കളവിന്റെ വലിയൊരു മേഖലയാണ് കച്ചവടം എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെ പ്രത്യേകമായി കൊണ്ട് പറഞ്ഞു, അൽ ബയ്യാനി ബിൽ ഖിയാരി മാ ലം യതഫറഖ ഫഇൻ സദഖ വബയ്യന ബൂരിക ലഹുമാ ഫീ ബൈഇഹിമാ വഇൻ കദബ വകതമ മുഹിഖത്ത് ബറകതുഹു ബിബൈഇഹിമാ എന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എന്താ പറയുന്നത് അറിയോ? വാങ്ങുന്നവനും വിൽക്കുന്നവനും വിൽക്കുന്നിടത്ത് നിന്ന് വേർപിരിയുന്നിടത്തോളം കാലം ആ കച്ചവടത്തിൽ നിന്ന് ഒഴിവാകാൻ സ്വാതന്ത്ര്യമുണ്ട്. നമ്മളൊരു സാധനം വാങ്ങാൻ വേണ്ടി ഒരു കടയിൽ ചെന്നു, അല്ലെങ്കിൽ ഒരു വ്യക്തിൻ്റെ അടുത്ത് ചെന്നു, ആ സാധനം വാങ്ങുന്ന ആ സ്ഥലം, വിൽക്കുന്ന ആ സ്ഥലം, അവിടെ നിന്ന് നമ്മൾ പിരിഞ്ഞു പോകുന്നത് വരെ അത് വേണമെങ്കിൽ നമുക്ക് വേണ്ടാന്ന് വെക്കാനൊക്കെ നമുക്ക് അധികാരമുണ്ട്, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്നൊരു പ്രവാചകൻ പറഞ്ഞു, രണ്ടാളും സത്യസന്ധത പുലർത്തുകയും കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്താൽ അവരുടെ കച്ചവടം അനുഗ്രഹമുള്ളതായി. കച്ചവടത്തിൽ എപ്പോഴാണ് അനുഗ്രഹം ഉണ്ടാകാറിയോ? ആ കച്ചവടത്തിൽ സത്യസന്ധത പാലിക്കുമ്പോഴാണ്. റിയൽ എസ്റ്റേറ്റിൻ്റെ മേഖലയിൽ ആളുകൾ പറയുന്ന കളവുകൾ എത്ര വലിയ വില, എനിക്ക് 10 ലക്ഷത്തിന് കിട്ടിയതാണ്, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ വിലക്ക് ഞാൻ തരാമെന്ന് പറയും ചില ആൾക്കാർ. കിട്ടിയ വിലയിൽ നിന്ന് ലക്ഷങ്ങൾ കൂട്ടിയിട്ടാണ് ഇത് പറയുന്നത്. എന്നിട്ട് എനിക്ക് കിട്ടിയ വിലക്ക് തരാം. എന്തിനാ അതിൻ്റെ ആവശ്യം? എന്താ? ഒരു കച്ചവടമാകുമ്പോൾ ലാഭം എടുക്കാനുള്ള അധികാരമല്ലേ? എന്താ കച്ചവടം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? സമ്പത്ത് ഉണ്ടാക്കാനുള്ള വഴിയാണ്. അവിടെ ചൂഷണം ചെയ്യാതിരുന്നാൽ മതി. സത്യസന്ധത പാലിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ ആ മേഖലയിൽ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ കളവ് കടന്നു വരുന്ന മേഖലകൾ ഏതൊക്കെയാണ് എന്ന് കൃത്യമായി കൊണ്ട് നമ്മൾ പരിശോധിക്കുക, അത് നമ്മൾ തിരുത്താം. ഒരൊറ്റ ഹദീത്ത് കൂടെ എല്ലാവർക്കും അറിയുന്ന ഹദീത്താ, പക്ഷെ അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലായില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയത്തുൽ മുനാഫിഖു സലാസുൻ, കപട വിശ്വാസികളുടെ അടയാളം 3 എണ്ണമാണ്. ഒന്നെന്താ? ഇദാ ഹദ്ദസ കദിബ, അവൻ സംസാരിച്ച കളവ് പറയും. സംസാരിച്ചാൽ കളവ് പറയാന്നുള്ളത് ആരുടെ ലക്ഷണ? മുനാഫിക്കുകളുടെ ലക്ഷണമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ മേഖല ശ്രദ്ധിക്കണം. പരലോകത്ത് വിജയിക്കണോ? സത്യസന്ധരാകണം. അപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു പക്ഷെ അതിൽ ചില മേഖലകളൊക്കെ നമ്മുടെ അടുക്കൽ അബദ്ധം സംഭവിക്കും. എന്നാൽ വലിയ അബദ്ധം വരുന്ന വേറൊരു മേഖല ഉണ്ട്, നമ്മൾ ശ്രദ്ധിക്കാത്തൊരു മേഖല. എന്താണെന്നറിയോ? പല ആളുകളും തമാശയിൽ കളവ് പറയുന്ന ആൾക്കാരാണ്. തമാശയിൽ കളവ് പറയും. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തമാശയിൽ പോലും കളവ് പറയുന്നത് ഉപേക്ഷിക്കുന്നത് വരേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസത്തിന്റെ പൂർണ്ണത പ്രാപിക്കാൻ സാധിക്കൂല. തമാശക്ക് കളവ് പറയാം. നമ്മളൊരു ദിവസം കാണുന്ന വീഡിയോകൾ അതെന്താ? നമ്മളെ ചിരിപ്പിക്കാൻ, അതൊക്കെ സത്യം അല്ലേ? ഫേസ്ബുക്കിലാകട്ടെ, യൂട്യൂബിലാകട്ടെ, അതേപോലെ തന്നെ ഇൻസ്റ്റയിലാകട്ടെ, നമ്മൾ അതിലൂടെ കാണുന്ന പല ആളുകൾ, ഇപ്പൊ സ്റ്റാൻഡപ്പ് കോമഡി, പലതരത്തിലുള്ള കോമഡികൾ. ഇതെന്തിനാ? നമ്മളെ ആ പറയുന്നതൊക്കെ സത്യം. ആ ഒരാളുടെ മുന്നിൽ പോയിട്ട് അയാളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയാന്നുള്ളത് എന്താ? അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരോധിച്ച കാര്യമാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നി ലാ അഖൂലു ഇല്ലാ ഹഖൻ, സത്യമല്ലാതെ ഞാൻ ഒന്നും പറയില്ല എന്നാണ്. സത്യമല്ലാതെ ഞാനൊന്നും പറയില്ല എന്ന്. പിന്നെ എങ്ങനെ ഒരു വിശ്വാസി ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി തമാശക്ക് വേണ്ടി കളവ് പറയാം? പ്രവാചകൻ തമാശ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു അനുഗ്രഹിക്കുകയാണ് എങ്കിൽ നമ്മളിപ്പോൾ പറയുന്നത് പോലെ ഒരു വിഷയം നമുക്ക് പറയാനുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ ചിരിച്ച നിമിഷം, അല്ലാഹുവിൻ്റെ റസൂൽ കരഞ്ഞ നിമിഷം, അല്ലാഹുവിൻ്റെ റസൂൽ തമാശ പറഞ്ഞ സമയങ്ങളൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. പ്രവാചക തിരുമേനി അനുവദിച്ച കുറേ മേഖലകളുണ്ട്. പക്ഷേ കളവ് പറയാൻ പാടില്ല. തമാശ പറയുന്ന മേഖല ഇന്നി ലാ അഖൂലു ഇല്ലാ ഹഖൻ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ അത്തരം തമാശകളെ കേൾക്കുന്നതിനെയും എന്ത് ചെയ്യണം? നമ്മൾ സൂക്ഷിക്കണം. മനസ്സിലായില്ലേ? പല ആളുകളും ഞാൻ ഈ വാചകങ്ങൾ പറയുമ്പോൾ ചില മുഖങ്ങൾ നിങ്ങളുടെയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ടാകും. കാരണം നമ്മൾ ഈ ആധുനിക കാലഘട്ടത്തിൽ പലതും കാണുന്നവരും കേൾക്കുന്നവരുമാണ്. പ്രിയപ്പെട്ടവരെ, കളവാണെന്ന് ഉറപ്പാണ് നമുക്ക് പറയുന്നത്. ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി കോമഡി പറയുന്ന, തമാശ പറയുന്ന അനേകം മനുഷ്യരുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ. പക്ഷെ വിശ്വാസിക്കത് സ്വീകരിക്കാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല, അത് കേൾക്കാനും പാടില്ല. അതിൽ നിന്ന് വിശ്വാസികളായ ആളുകൾ എന്ത് ചെയ്യണം? തീർച്ചയായിക്കൊണ്ടും മാറി നിൽക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ തമാശയുടെ ലോകത്തേക്ക് പോകുമ്പോൾ സജീവമായ ശ്രദ്ധ ഉണ്ടാകണം. ഇസ്ലാം അനുവദിച്ച തമാശ ഏതാണ്, നിരോധിച്ചത് ഏതാണ്, ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് സംസാരിക്കാം. അടുത്ത വാചകം കേട്ടോളൂ. പ്രവാചകൻ പറഞ്ഞു, കഫാ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിത ബികുല്ലി മാ സമിഅ. എഴുതി വെച്ച് പഠിക്കേണ്ട ഹദീസാ. എന്താ പ്രവാചകൻ പറഞ്ഞ? കഫാ ബിൽ മർഇ കദിബ, ഒരാൾ കള്ളം പറയുന്നവനാകാൻ എന്തു മതി എന്നറിയോ? അവൻ കേട്ടതൊക്കെ പറയുന്ന ആളായാൽ മതി. അവൻ കേട്ടതൊക്കെ വേറുള്ള ആളുകളോട് പറയുകയാണ് എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അവൻ കള്ളനാണെന്നാണ്. കാരണം കേട്ടത് മുഴുവൻ എന്തായിക്കൊള്ളണമെന്നില്ല, സത്യമായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന കാര്യങ്ങളെ എന്ത് ചെയ്യണം? പരിശോധനാ വിധേയമാക്കണം. എന്നിട്ടേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? പറയാൻ പാടുള്ളൂ എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. ഹദീത്തുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ സത്യം പറയുന്ന ആളുകൾക്ക്
അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച മഹത്തായ ഒരു അനുഗ്രഹമുണ്ട്. ഹദീസിൽ കാണാം, പ്രവാചകൻ മേൽ പറയാ, അന സഈമുൻ ബിബൈത്തിൻ ഫീ റബദിൽ ജന്ന. സുബ്ഹാനല്ലാഹ്. സഈം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി നിൽക്കാനാണ്. ലാമിൻ എന്നൊക്കെ പറയും. ലാമിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ അറബിയിൽ ബോർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ ലാമിൻ എന്ന് പറയും. 2 വർഷത്തെ വാരണ്ടി ഉണ്ട്, ഗ്യാരണ്ടി ഉണ്ട് എന്നൊക്കെ പറയും. അതിനാണ് ശരിക്കും അന സഈമുൻ ബിബൈത്തിൽ ജന്ന. പ്രവാചകർ പറയാ, തൻ്റെ ഭാഗത്ത് ന്യായമെങ്കിൽ പോലും തർക്കം ഉപേക്ഷിക്കുന്നവന് തൻ്റെ ഭാഗത്താണ് ന്യായം എങ്കിൽ പോലും തർക്കം ഉപേക്ഷിക്കുന്നവന് സ്വർഗത്തിൻ്റെ താഴ്വാരത്തൊരു വീട് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നതാണ്. ഞാൻ ഉറപ്പ് പറയാം, നബി പറയാം. എന്ന് നബി സല്ലല്ലാഹു പറഞ്ഞു, തമാശക്ക് പോലും ലിമൻ തറകൽ മിറാഅ വഇൻ കാന മുഹിഖൻ വബിബൈത്തിൻ ഫീ വസതിൽ ജന്ന ലിമൻ തറകൽ കദിബ വഇൻ കാന മാസിഹൻ വബിബൈത്തിൻ ഫീ അഅലൽ ജന്ന. പ്രവാചകൻ പറയാ, തമാശക്ക് പോലും കളവ് പറയാത്തവന് സ്വർഗത്തിൻ്റെ മധ്യത്തിലൊരു വീട് ഞാൻ ഉറപ്പ് നൽകുന്നു. സ്വഭാവം നന്നാക്കിയവന് സ്വർഗത്തിൻ്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് ഒരു വീട് ഞാൻ ഉറപ്പ് നൽകുന്നു. സ്വർഗത്തിലൊരു വീടാ പ്രവാചകൻ ഉറപ്പ് നൽകിയത്. എന്തിനാ? തമാശക്ക് പോലും കളവ് പറയാൻ പാടില്ല. ഇത് ചെറിയ കാര്യമല്ല സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ പരലോകത്ത് നമ്മൾ വിജയിക്കണം. പരലോകത്ത് നമുക്ക് വിജയം ഉണ്ടാകണം. നമ്മൾ ആരാകണം? സത്യസന്ധരാകണം. സത്യം പറയുന്ന ആളുകളായിക്കൊണ്ട് നമ്മൾ മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 119-ാമത്തെ ആയത്തിൽ അള്ളാഹു വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വകൂനു മഅസ് സ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരുടെ കൂടെ ചേർന്ന് നിൽക്കണം. നമ്മൾ സത്യം പറയണം, സത്യവാന്മാരാകണം എന്നൊക്കെ പറയുന്നതിൻ്റെ കൂടെ പഠിക്കേണ്ട ഒരു മേഖലയാണ് നമ്മൾ ആരുടെ കൂടെയാണ് ചേർന്ന് നിൽക്കേണ്ടത്, ആരുടെ കൂടെയാണ് നമ്മൾ കൂടേണ്ടത്. വകൂനു മഅസ് സ്വാദിഖീൻ, സത്യവാന്മാരുടെ കൂടെയാണ് നമ്മൾ ചേരേണ്ടത്. നമ്മുടെ നാട്ടിൽ കളവ് പറയുന്ന കുറേ ആളുകളുണ്ട്. നമുക്കറിയാം, പല ആൾക്കാർ അവർ പറയുന്നത് കളവെന്നറിയാം. അതറിഞ്ഞാൽ പിന്നെ നമ്മൾ അവരുടെ കൂടെ ആ വിഷയത്തിൽ നമ്മൾ ചേർന്ന് നിൽക്കാൻ പാടില്ല. മനസ്സിലായി? പ്രത്യേകിച്ച് ദീനിൻ്റെ കാര്യത്തിൽ കളവ് പറയുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. ഞാൻ ആരെങ്കിലും വിമർശിക്കാനോ കുറ്റം പറയാനോ വേണ്ടി പറയുന്നത്. പക്ഷെ നമ്മളിത് പഠിക്കണം. ഇത് ഖുർആനിൻ്റെ കൽപ്പനയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സത്യം പറയുന്ന ആളുകളുടെ കൂടെ നിൽക്കണം എന്നുള്ളത് ഖുർആനിൻ്റെ കൽപ്പനയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നാളെ ഈ മിമ്പറിൽ വെച്ചുകൊണ്ട് ദീനിലില്ലാത്തൊരു കാര്യം, കളവായൊരു കാര്യം ഞാൻ പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്ന കാര്യത്തിൻ്റെ കൂടെ നിൽക്കേണ്ട ആവശ്യമില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്, ദീനാണ് എന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, അത് സത്യമാണോ എന്ന് എന്ത് ചെയ്യണം? നമ്മൾ ഓരോരുത്തരും ഏറ്റവും ലളിതമായൊരു ഉദാഹരണം, വിശുദ്ധ ഖുർആനിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ പരിശോധിച്ച് നോക്കൂ. നിങ്ങൾ എവിടെയെങ്കിലും അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ എന്തെങ്കിലും ഒരു തെളിവുണ്ടോ? അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ എവിടെയെങ്കിലും ഒരു ആയത്ത്? ഖുർആനിലെ പ്രാർത്ഥനയ്ക്ക് റബ്ബന, റബ്ബി, അല്ലാഹുമ്മ, ഇതാണ് ഖുർആനിലെ പ്രാർത്ഥനയുടെ അഭിസംബോധന. അപ്പോൾ ഖുർആൻ പഠിപ്പിക്കുന്ന എന്താ? അള്ളാഹുനോട് മാത്രം പ്രാർത്ഥിക്കണം എന്നാണ്. ഖുർആൻ പറയുന്നതിൻ്റെ വിശദീകരണമാണ് ഹദീത്തുകൾ. ആ ഹദീത്തിൽ വന്ന ദുആ എന്താ ഉള്ളത്? അള്ളാഹുനോടാണ്. അല്ലേ? നോമ്പ് തുറക്കുമ്പോഴുള്ള പ്രാർത്ഥന ആരോട്? അള്ളാഹുനോടാണ്. പള്ളിയിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥന ആരോട്? അള്ളാഹുവിനോടാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ആരോട്? അള്ളാഹുവിനോടാണ്. ഉറങ്ങുമ്പോൾ അള്ളാഹുവിനോടാണ്. അല്ലേ? അല്ലാഹുമ്മ എന്ന് തുടങ്ങിയ എല്ലാ പ്രാർത്ഥനകളും. അപ്പോൾ ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണെന്ത്? അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കുക എന്നുള്ളത്. അപ്പോൾ അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറയുന്നവരുടെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. എന്തുകൊണ്ടാണ്? അതാണ് സത്യം, അതാണ് ഖുർആൻ പഠിപ്പിച്ചത്, അതാണ് ദീന് പഠിപ്പിച്ചത്. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ പല ആളുകളും മരിച്ചു കിടക്കുന്ന മനുഷ്യന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ എന്താ നമ്മൾ സ്വീകരിക്കാത്തത്? അത് സത്യമല്ലാത്തതുകൊണ്ടാണ്. അല്ലെ? ഖബറുകൾ കെട്ടി ഉയർത്താൻ പാടില്ല എന്നുള്ളത് പ്രവാചകൻ പറഞ്ഞു, അതാണ് സത്യം. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അയ്യുജസ്സൽ ഖബർ, ഖബർ കെട്ടി ഉയർത്തുന്നതിനെ, അതിന്മേൽ എടുപ്പുണ്ടാക്കുന്നതിന്മേൽ ഇതൊക്കെ നബി വിരോധിച്ചു, പാടില്ല എന്ന് പറഞ്ഞു. അപ്പം അത് സത്യമാണ്. ആ സത്യത്തിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? നിൽക്കണം. മനസ്സിലായില്ലേ? നിങ്ങൾ അള്ളാഹുവിനാണ് നേർച്ചയാക്കേണ്ടത്, അതാണ് സത്യം. അതാണ് സത്യം. അള്ളാഹ്ക്ക് വേണ്ടി മാത്രമേ നേർച്ചയാക്കാൻ പറ്റുള്ളൂ. അതേപോലെ നിങ്ങൾ നമസ്കരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നമസ്കരിക്കാൻ നബി പഠിപ്പിക്കുക, അതാണ് സത്യസന്ധമായ നമസ്കാരം.
അതുകൊണ്ട് തന്നെ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅസ്സാദിഖീൻ എന്ന ആയത്ത് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അതെന്താ അതിൻ്റെ അർത്ഥം? എന്താ? സത്യം പറയുന്ന ആളുകളുടെ കൂടെ നമ്മൾ നിൽക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, സത്യം പറഞ്ഞുള്ള 3 ഗുണങ്ങൾ ഞാൻ എണ്ണി പറഞ്ഞ് അവസാനിപ്പിക്കുക. ഒന്നെന്താ അറിയോ? മനസ്സമാധാനം ഉണ്ടാവും. മനസ്സമാധാനം ഉണ്ടാകും. കളവ് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും. കളവ് പറഞ്ഞുള്ള പേടി എത്രയാണ്? പിടിക്കപ്പെടുമോ എന്നുള്ള ആശങ്ക നമുക്കുണ്ടാകും. പ്രവാചകൻ പറഞ്ഞു, പ്രവാചകൻ പറയാ, സംശയമുള്ളത് നിങ്ങൾ ഒഴിവാക്കണം, സംശയമില്ലാത്തത് മാത്രം നിങ്ങൾ സ്വീകരിക്കണം. അതിൻ്റെ കാരണം എന്താ? സത്യസന്ധത മനസ്സമാധാനവും അസത്യം അസ്വസ്ഥതയുമാകുന്നു എന്ന് നബി പഠിപ്പിച്ച് ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അതുകൊണ്ട് സത്യം പറയാം. അതെന്ത് സമാധാനം ഉണ്ടാവും, പേടി ഉണ്ടാവില്ല. സത്യം പറഞ്ഞ് എന്തിനാ പേടിക്കണം? ബാപ്പാനോട് സത്യം പറഞ്ഞു, ഉമ്മാനോട് സത്യം പറഞ്ഞു, അധ്യാപകരോട് സത്യം പറഞ്ഞു. നമ്മൾ മുന്നിൽ കാണുന്ന പറയുന്നത് സത്യമാണെങ്കിൽ എന്തിനാ പേടി? എന്തിനാ? കളവാണെങ്കിലോ അത് പിടിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അതേപോലെ തന്നെ സത്യം പറഞ്ഞാലുള്ള ഗുണമാണ് പ്രതിസന്ധികളിൽ തുറവി ലഭിക്കും. നമുക്ക് പ്രശ്നമുണ്ടോ? സത്യവാന്മാർ അള്ളാന്റെ സഹായം ഉണ്ടാകും. ഗുഹാവാസികളുടെ സംഭവം എന്താ? ഗുഹയിൽ അകപ്പെട്ടു പോയ 3 ആൾക്കാർ അവരാ പ്രതിസന്ധിയുടെ മുന്നിൽ വെച്ച് അവർ പറഞ്ഞ വാചകം എന്താ? പടച്ചവനെ, ഞാൻ ഇന്ന നന്മ ചെയ്തത് നിന്റെ വജു ഉദ്ദേശിച്ച, അതുകൊണ്ട് ഞങ്ങളെ ഈ പ്രയാസത്തിന് രക്ഷപ്പെടുത്തണേ. അവർ സത്യം പറഞ്ഞ് പ്രാർത്ഥിച്ചു. ആ ഗുഹാമുഖം നീങ്ങിയ വിശാലമായ ചരിത്രം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള വഴിയാണ് സത്യസന്ധത. അതേപോലെ തന്നെ പാപമോചനവും മഹത്തായ പ്രതിഫലവും സത്യം പറയുന്ന ആൾക്കാർക്കാണ്. വിശുദ്ധ ഖുർആനിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിലെ 35-ാമത്തെ ആയത്തിൽ ഇത് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ആയത്ത് വിശദീകരിക്കുന്നില്ല, ഒരല്പം സുദീർഘമായ ആയത്താണ്. അതേപോലെ തന്നെ സ്വർഗം ലഭിക്കുക സത്യസന്ധന്മാർക്കാണ്. അതാണ് ഫൗസ്. നമ്മൾ ഒന്നാമത് ഓതിയ ആയത്തിലൂടെ നമുക്കത് മനസ്സിലായി. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? പിന്നെ 6 കാര്യങ്ങൾക്ക് നിങ്ങളത് പ്രാവർത്തികമാക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളത് ചെയ്യാമെന്ന് നിങ്ങൾ എനിക്ക് ജാമ്യം നിൽക്കുകയാണ് എങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കാം. 6 കാര്യങ്ങൾ ചെയ്താൽ മതി. എന്നിട്ട് 6 കാര്യങ്ങളെ നബി പഠിപ്പിച്ചു. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണോ? പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ സംസാരിച്ചാൽ നിങ്ങൾ സത്യം പറയണം. സംസാരിച്ചാൽ സത്യം പറയണം. വാ തുറന്നാൽ സത്യം പറയണം. അതേപോലെ തന്നെ നിങ്ങൾ കരാറ് ചെയ്താൽ നിങ്ങൾ പൂർത്തീകരിക്കണം. നിങ്ങൾ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ടാൽ അമാനത്ത് നിങ്ങൾ നിർവഹിക്കണം. നിങ്ങൾ നിങ്ങളുടെ ഗുഹ്യാവയവങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾ താഴ്ത്തണം. നിങ്ങളുടെ കൈകളെ നിങ്ങൾ തെറ്റുകളിൽ നിന്ന് തടയണം. ഇതാണ് 6 കാര്യങ്ങൾ. അതിലൊന്നെന്താ? സത്യം പറയാന്നുള്ളതാണ്. അതുകൊണ്ട് സത്യമാണ് നമുക്ക് വിജയം നൽകുക എന്ന് മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിൽ സത്യസന്ധരാവുക. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ പെരുമാറ്റം എല്ലാം സത്യസന്ധമായിരിക്കണം. കണ്ണുകൾ കൊണ്ടുള്ള ഗോഷ്ഠികളിൽ പോലും അസത്യം ഉണ്ടാകാൻ പാടില്ല, പരിഹാസം ഉണ്ടാകാൻ പാടില്ല. സത്യസന്ധമായി പുഞ്ചിരിക്കാൻ പറ്റണം, സത്യസന്ധമായി സംസാരിക്കാൻ പറ്റണം, സത്യസന്ധമായി കച്ചവടം നടത്താൻ പറ്റണം, സത്യസന്ധമായിട്ട് ജീവിക്കാൻ പറ്റണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുടെ അല്ലാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വയനാടിൻ്റെ മണ്ണിൽ വേദന അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങളുടെ സഹോദരികളുണ്ട്. കുടുംബങ്ങളെ നഷ്ടപ്പെട്ടു പോയ ആളുകൾ, മയ്യത്തുകൾ ഇനിയും തിരിച്ചു കിട്ടിയിട്ടില്ല എന്ന് നമുക്കറിയാം. അള്ളാഹു അവരുടെ പ്രയാസങ്ങൾ, അവരുടെ വേദനകൾ, ബുദ്ധിമുട്ടുകളെല്ലാം തീർത്തു കൊടുക്കുമാറാകട്ടെ. സാധാരണ ജീവിതത്തിലേക്ക് എത്രയും പെട്ടെന്ന് മടങ്ങിയെത്താനുള്ള തൗഫീഖ് അള്ളാഹു അവർക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഅ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ الراحمين وآخر دعوانا الحمد لله رب العالمين.